മൂന്ന് പ്രൊഡക്ടിവിറ്റി ടൂൾസ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് വൺ, പോമഡോരോ ടെക്നിക്. ഈ പഠിക്കാനിരിക്കുമ്പോൾ നമുക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കുറച്ച് സമയം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒരു 1-2 മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ ബുക്കിന് മുമ്പിൽ ചിലപ്പോൾ കുത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ ഒരു 2 പേജ് പോലും വായിച്ചിട്ടുണ്ടാവില്ല. കുറേ കഴിയുമ്പോൾ നമുക്ക് ആകെ ബേൺ ഔട്ട് ആവും, സ്ട്രെസ്സ് കൂടും. ഇങ്ങനെ വരുന്ന സ്ട്രെസ്സിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പോമഡോരോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു പോമഡോരോ ടൈമർ മേടിക്കണം. ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടും. ഒരു 300-400 രൂപയ്ക്കേ ഉണ്ടാവുള്ളൂ. ഈ പോമഡോരോൻ്റെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ടാസ്കിനെ ചെറിയ ചെറിയ പീസുകളാക്കി തിരിച്ച് ഒരു ടൈനി ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഈ UPSC പ്രിപ്പറേഷനിൽ നമുക്കറിയാം ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് വായിച്ച് തീർക്കാനുണ്ട്. ഈ ഒരുപാട് തീർക്കാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ബേർഡനാണ്. അതിന് പകരം നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ അധികം സ്ട്രെസ് ഫ്രീ ആവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് എക്കണോമിക് സർവേ പഠിക്കാനുണ്ടെന്ന് കരുതുക. അത് കുറച്ചധികം വായിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അത് പഠിച്ച് തുടങ്ങാൻ തന്നെ നമുക്ക് വലിയൊരു മടിയായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ പോമഡോരോ യൂസ് ചെയ്യേണ്ടത്. ഞങ്ങൾ എക്കണോമിക് സർവേ എടുത്ത് മുമ്പിൽ വയ്ക്കുക. ഈ പോമഡോരോ ടൈമർ എടുക്കുക. ഇതിൽ ഒരു 25 മിനിറ്റ് എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് മുമ്പിൽ വെച്ച് നിങ്ങൾ വായിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 25 മിനിറ്റ് ഇതിങ്ങനെ ടിക്ക് ടിക്ക് അടിഞ്ഞ് 25 മിനിറ്റ് കഴിയുമ്പം അതൊരു റിങ് അടിയും. ആ സമയം നിങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അതായത് ഈ സർവേ മൊത്തം വായിച്ച് തീർക്കണം എന്നുള്ള ഒരു ബേർഡൻ അല്ല നിങ്ങൾക്ക് അപ്പം ഉണ്ടാവുക. ഈ 25 മിനിറ്റിൽ എത്രയാണോ ആ സമയം അത്ര നിങ്ങൾ വായിക്കണം എന്നുള്ളതാണ്. ആ 25 മിനിറ്റിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഓക്കെ, അതൊരു 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലോങ് ബ്രേക്ക് എടുക്കാം. ഈ ഒരു 25 മിനിറ്റിൻ്റെ സമയം എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പോമഡോരോ ടെക്നിക്ക് കണ്ടുപിടിച്ച ഫ്രാൻസിസ്കോ സിറില്ലോൻ്റെ അഭിപ്രായ പ്രകാരമാണ്. ഒരു ശരാശരി മനുഷ്യന് 25 മിനിറ്റൊക്കെയാണ് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണമെന്നില്ല. അത് വേണമെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ ആവാം. പക്ഷേ ഒരു 25-30 മിനിറ്റിൻ്റെ മേലോട്ട് പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാപ്പോഴും ഈ പഠിത്തത്തിലേക്ക് തിരിച്ചു വരാൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരിക്കും. അപ്പം ഈ പഠിത്തത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് എല്ലാപ്പോഴും ഒരു മടി ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മളൊരു 20-25 മിനിറ്റ് എന്നുള്ളൊരു ടൈനി ടാർഗറ്റ് വെച്ച് ആ സമയത്ത് നമ്മൾ കുറച്ച് പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ആ പഠിത്തത്തിലേക്ക് വരാനുള്ള മടി നന്നായി കുറയ്ക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ 20-25 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു ടൈം ഫ്രെയിം ആണല്ലോ. അപ്പോൾ ആ സമയം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ പഠിക്കും. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നിങ്ങൾ ഫോണിൽ നോക്കാനൊന്നും നിൽക്കത്തുമില്ല. സോ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പോലും അറിയാതെ ഇതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ മൈൻഡിനെ കബളിപ്പിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു പോമഡോരോൻ്റെ കളറും ഷേപ്പും ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലത്തെ കളർഫുൾ ആയതുണ്ട്. പച്ച, നീല, ചുവപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഡിജിറ്റലുമാണ്. അപ്പോൾ റീഡിങ് റൂംസിലേക്ക് ഇരുന്ന് പഠിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്ന ഇതായിരിക്കും നന്നാവുക. കാരണം ഇതിൽ സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സോ നമുക്ക് സെക്കൻഡ് ടൂളിലേക്ക് പോവാം. ഇതൊരു ആപ്ലിക്കേഷനാണ്, ഇൻസ്റ്റാപേപ്പർ. ഒരു ദിവസം പോലും വിടാതെ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് UPSC പ്രിപ്പറേഷനെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഇൻ്റർവ്യൂവിനാണെങ്കിലും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ സ്റ്റാറ്റിക് പോർഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 2-3 ദിവസം അത് പഠിച്ചില്ലെങ്കിലും പിന്നീട് വന്നിട്ട് നിങ്ങൾക്ക് അത് പിക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം അങ്ങനെയല്ല. അത് ഒരു ദിവസം പോയാൽ പിന്നെ പോയതാണ്. നിങ്ങൾക്ക് പിറ്റേന്ന് വന്നിട്ട് തലേ ദിവസത്തെ ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കുക എന്ന് പറയുന്നതൊന്നും നടക്കുന്ന സംഗതിയല്ല. പക്ഷേ ഒറ്റ ദിവസം പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഓഫ് എടുക്കാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും യാത്ര പോകാനുണ്ടാവും, അല്ലെങ്കിൽ കസിൻ്റെ കല്യാണം വരും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ആ ദിവസങ്ങളിലും ഒരു ഡെയിലി 1 അവറൊക്കെ മാറ്റി വെക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരും. അപ്പോൾ ഈ ഒരു 1 അവർ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആ ന്യൂസ് പേപ്പർ അങ്ങ് ഇൻസ്റ്റാപേപ്പർ ഉപയോഗിച്ച് വായിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാപേപ്പർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ദെൻ ന്യൂസ് പേപ്പറിൻ്റെ പോർട്ടലിൽ കയറി ന്യൂസുകളൊക്കെ ഒന്ന് സ്കാൻ ചെയ്യാം. നിങ്ങൾക്ക് റെലവൻ്റ് ആയി തോന്നുന്ന ന്യൂസ് ആർട്ടിക്കിൾസൊക്കെ ഇൻസ്റ്റാപേപ്പറിലേക്ക് ഷെയർ ചെയ്തിടുക.
മിക്കവാറും ഒരു 5-6 ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാവുള്ളൂ. കൂടി വന്നാൽ ചിലപ്പോൾ ഒരു 10 ആർട്ടിക്കിൾ ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ ഇൻസ്റ്റാ പേപ്പറിൽ ഈ ആർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും, ഇതിപ്പം വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ നമുക്ക് ചുമ്മാ അങ്ങ് ഷെയർ ചെയ്തിട്ടാൽ പോരെയെന്ന്. പക്ഷേ ഈ ഇൻസ്റ്റാ പേപ്പറിൻ്റെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നിങ്ങൾ തുറന്ന് നിങ്ങൾക്ക് ഇതിലിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ വേണ്ട പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അത് മാത്രമല്ല, ഏത് ടോപ്പിക്കിലേക്കാണ് നിങ്ങൾക്ക് പിന്നീട് അത് നോട്ടാക്കി മാറ്റേണ്ടത് എന്നുള്ളത് ഇതിൽ തന്നെ കമൻറ്റ് ചെയ്തും വയ്ക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇത് നമുക്ക് ഓഫ്ലൈനായിട്ടും വായിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചുമ്മാ ചിലപ്പോൾ നിങ്ങൾ 5-6 മണിക്കൂറൊക്കെ ചുമ്മാ കളയുന്നതായിരിക്കും. അതിലൊരു 1 അവർ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ വായന അങ്ങ് തീരും. നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ആ തിരക്കെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പിന്നീട് പഠിത്തത്തിലേക്ക് തിരിച്ച് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ് എല്ലാം ഒന്ന് നിങ്ങളുടെ ന്യൂസ് പേപ്പർ നോട്ടിലേക്ക് മാറ്റിയാൽ മാത്രം മതിയാവും. സോ നമുക്ക് ആ ഒരു 3-4 ദിവസം നമ്മൾ കുറേ സമയം നമ്മൾ പഠിക്കുന്നത് പോയി എന്നുള്ള കുറ്റബോധം ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്തു, നമ്മൾ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തീർത്തിട്ടുണ്ട്. സോ നമുക്ക് മൂന്നാമത്തെ ടൂളിലേക്ക് പോവാം. ഇതൊരു ടൈം സേവർ ആപ്ലിക്കേഷനാണ്. OneSec എന്നാണ് പേര്. ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കുറേ സമയം പോയി എന്ന് തോന്നാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പ്രിപ്പറേഷൻ പീരീഡിൽ ഒരു 1 ഇയർ ഒക്കെ സോഷ്യൽ മീഡിയ മൊത്തം ബ്രേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതും ഒരു മെത്തേഡാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തു, പിന്നെ ജീവിതകാലം മൊത്തം നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പക്ഷേ അതല്ല. ഇത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് അതിനെ റീഇൻസ്റ്റാൾ ചെയ്യാന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അതും മോശമല്ലേ. കാരണം നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ സമയത്തിൽ നിങ്ങൾ എത്രമാത്രം ബിസിയാണോ അത്ര തന്നെ ബിസി ആയ ഒരു ജോലിയിലേക്കാണ് ചിലപ്പോൾ നിങ്ങൾ കിടക്കാൻ പോകുന്നത്, പബ്ലിക് സർവീസ് എന്ന് പറയുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഇപ്പോഴേ സോഷ്യൽ മീഡിയയുടെ യൂസേജ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പഠിക്കുന്നത് നന്നാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ യൂസേജ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറേയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ OneSecന്റെ ഒരു വർക്കിംഗ് മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളെങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ഈ OneSec ആപ്പുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറക്കുമ്പോൾ OneSec നമുക്കൊരു മെസ്സേജ് കാണിക്കും. അത് ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങളൊരു 3 സെക്കൻഡ് ചിന്തിക്കുക, നിങ്ങൾക്ക് ശരിക്കും ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ യൂസ് ചെയ്യണോ എന്ന് ചോദിക്കാൻ പറയും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പകുതി സമയവും ഞാൻ എന്നാൽ പിന്നെ യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് മാറിപ്പോവും. സോ സാധാരണ രീതിയിലൊരു 2 മണിക്കൂറൊക്കെയാണ് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമെങ്കിൽ OneSec വന്നതിന് ശേഷം ആ 2 മണിക്കൂർ എന്നുള്ളത് പകുതിയായി കുറഞ്ഞു. അപ്പോൾ നമ്മളിതൊരു ഒരു 1 മന്തിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 30 മണിക്കൂർ ലാഭിക്കാൻ പറ്റുന്നുള്ളതാണ് സത്യം. സോ ഇതുപോലെ ഈ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.